നമസ്കാരം, നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 11-ാം തീയതി പൂരാടൻ നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലമാണെന്ന് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികക്കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക. ഭാഗ്യം ചെറുതായിട്ട് അനുകൂലമായിട്ട് വരുന്നതായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളോ തർക്കമോ ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവാനും ഇടയുള്ളൊരു ദിവസമാണ്. ആരോഗ്യ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അലർജി പോലെയുള്ള അസുഖങ്ങളൊക്കെ, ജലദോഷം, ചുമ, പനി അങ്ങനെയൊക്കെയുള്ള ചെറിയ നിരവീഴ്ച അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയെല്ലാം ഭദ്രമായിരിക്കും. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീരമര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാവും. ചലച്ചിത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്ക്, അങ്ങനെ ദൃശ്യമാധ്യമവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പ്രവർത്തിക്കുന്നവർക്കൊക്കെ ശോഭിക്കാനുള്ള പല അവസരങ്ങളും ഉണ്ടാവും. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമായിട്ടൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഗുണകരമായിട്ട് വരുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ലാഭകരമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓഹരി ഇടപാടുകളെല്ലാം ഗുണകരമായിട്ട് മാറും. മിഥുനരാശി മകരര, തിരുവാതിര, പുണർദം, മുക്കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. പുതിയ സൗഹൃദങ്ങളെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ല ഒരു ദിവസമാണ്. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമായിട്ട് മാറാൻ യോഗമുള്ളൊരു ദിവസമാണ്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. ചെറിയ ടെൻഷനും മനക്ലേശമൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ എല്ലാ കാര്യങ്ങളും ഗുണകരമായിട്ട് മാറുന്നതാണ്. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്തും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സിൻ്റെയൊക്കെ സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. ഓഹരി ഇടപാടുകൾ ലാഭകരമായിട്ട് മാറും. ഓട്ടോമൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല് ഈ നക്ഷത്രക്കാർക്ക് വളരെ ദൈവാധീനമുള്ളൊരു സമയമാണ്. ഭാഗ്യം കൊണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നടക്കുന്നതാണ്. ടെൻഷനും മനക്ലേശവും ഒന്നുമില്ലാതെ സമാധാനത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. ബന്ധുക്കളുടെ സഹായമുണ്ടാകും. തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തീരുമാനിക്കാൻ കുറേ ഡിലേ വന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ആലോചിച്ച് നല്ല തീരുമാനത്തിൽ എത്തിച്ചേരാനൊക്കെ സാധിക്കുന്നതാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. വീട് പുതുക്കി പണിയാനോ പുതിയ വീട് നിർമ്മിക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുന്നതാണ്. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്നൊരു ദിവസമാണ്. ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് ഒരു യാത്ര ചെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനോ ഒക്കെ യോഗമുള്ളൊരു ദിവസമാണ്. കുടുംബമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. യാത്രകളും ശുഭകരമായിട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗിക യാത്രകളൊക്കെ ആവശ്യമായിട്ട് വരാനുള്ള ഒരു സാധ്യതയുള്ളൊരു ദിവസമാണ്. ദൈവാധീനം കുറഞ്ഞ ഒരു കാലമായതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് സഹോദരനെ കൊണ്ട് സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനും അവരുടെ സഹായം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ യോഗമുള്ളൊരു കാലമാണ്. ദൈവാധീനമുള്ള സമയം തന്നെയാണ്. വിവാഹം ആലോചിക്കുന്നവരുടെ വിവാഹ കാര്യത്തിലെല്ലാം തീരുമാനമാകാൻ സാധ്യത കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാം ഗുണകരമായിട്ട് മാറും. എന്നാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ പിടിപെടാൻ, അലർജി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സ്കിൻ ഡിസീസൊക്കെ വരാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നൊരു ദിവസമാണ്. പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലെല്ലാം ഉന്നത വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. ദീർഘകാലമായിട്ട് കാത്തിരുന്ന റിസൾട്ടെല്ലാം വളരെയധികം നല്ല മാർക്കോടുകൂടിയുള്ള റിസൾട്ടെല്ലാം വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഉന്നത സ്ഥാനങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു യോഗമുള്ളൊരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. വരുമാനം വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്.
ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഭാഗ്യമുള്ളൊരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാർ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും പേപ്പറൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതിന് ഇന്ന് ശ്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നേടിയെടുക്കാനൊക്കെ സാധിക്കും. എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് എന്ത് ജോലി ചെയ്താലും ആ ജോലിക്ക് അനുസൃതമായിട്ടുള്ള നേട്ടങ്ങൾ, കുറേ കാലമായിട്ട് കിട്ടാത്ത പല കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഫലം ലഭിക്കുന്ന സമയമായതുകൊണ്ട് ഇന്ന് ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം ലാഭകരമായിട്ട് മാറാനുള്ള യോഗം കാണുന്നുണ്ട്. ദൈവാധീനമുള്ളൊരു സമയമാണ്. വീട് നിർമ്മാണം ആരംഭിക്കാനോ അല്ലെങ്കിൽ പൂർത്തിയാക്കാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നൊരു കാലമാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂർട്ടാതി, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു കാലമാണ്. സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പല കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കാത്ത ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ, വിഘ്നങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഗണപതിക്ക് വഴിപാടുകളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ തടസ്സങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഭാഗ്യം കൊണ്ട് ചില ജോലി അവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിലവസരങ്ങൾ വരെയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് എടുക്കാൻ മടിക്കാതിരിക്കുക. അത്രയും നല്ലൊരു സമയത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. മീനൻ രാശി പൂറ്റാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നൊരു സമയമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ പുതിയ ബിസിനസ് തുടങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഗുണകരമായിട്ട് മാറുന്നതാണ്. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും സാധിക്കും. ബന്ധുക്കളുടെ സഹായമൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ അല്ലെങ്കിൽ അകന്നു കഴിയേണ്ടി വരാനോ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു കഴിയേണ്ടി വരാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.